പ്രധാനമന്ത്രി മോദി ജപ്പാനിൽ സന്ദർശനം നടത്തുന്നു. സന്ദർശനം ആഗോള ശ്രദ്ധ നേടുന്നു. US-ന്റെ 50% താരിഫ് നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശനം. US-ന് വലിയ താക്കീതാണ് ഇന്ത്യ നൽകുന്നതെന്ന വിലയിരുത്തലാണ് ആഗോളതലത്തിൽ ഉയരുന്നത്. പ്രത്യേകിച്ച് US-ന്റെ ഏറ്റവും വലിയ വാണിജ്യ സഖ്യരാജ്യമായ ജപ്പാനിലേക്കുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിനിടെ മറ്റൊരു ശ്രദ്ധേയ നീക്കവും ജപ്പാൻ നടത്തി. US-മായി വ്യാപാര കരാറിൽ ഏർപ്പെടാനുള്ള യാത്ര ജപ്പാൻ പ്രതിനിധി റദ്ദാക്കി. നേരത്തെ തീരുമാനിച്ച യാത്രയാണ് റദ്ദാക്കിയത്. മോദിയുടെ സന്ദർശനത്തിന് തൊട്ടുമുമ്പാണ് ജപ്പാന്റെ വ്യാപാര പ്രതിനിധി റിയോസെയ് അകാസോവ US-ലേക്കുള്ള യാത്ര റദ്ദാക്കിയത്. US-ൽ ജപ്പാൻ $550 ബില്യൺ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നിക്ഷേപ കരാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിനാണ് ജപ്പാന്റെ പ്രതിനിധി US-ലേക്ക് പോകാനിരുന്നത്. ഈ യാത്ര മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി റദ്ദാക്കിയതിൽ വലിയ പ്രാധാന്യമുണ്ട്. ജപ്പാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് US 25% തീരുവ ചുമത്തിയിരുന്നു. പിന്നീട് അത് 15% കുറച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ജപ്പാൻ US-ൽ $550 ബില്യൺ നിക്ഷേപം വാഗ്ദാനം ചെയ്തത്. US-മായുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഭരണതല ചർച്ചകൾ വേണം. അതിനാലാണ് പ്രതിനിധിയുടെ യാത്ര റദ്ദാക്കിയതെന്ന് ജപ്പാന്റെ വിശദീകരണം. മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ജപ്പാൻ നടത്തി. ഇന്ത്യയിൽ $68 ബില്യൺ നിക്ഷേപ വാഗ്ദാനമാണ് ജപ്പാൻ നൽകിയിരിക്കുന്നത്. അർദ്ധജാലകങ്ങൾ, ഔഷധങ്ങൾ, ഊർജം എന്നിവ ഉൾപ്പെടുന്ന വാണിജ്യ ബന്ധം ഇരു രാജ്യങ്ങൾക്കും കരുത്തു പകരും. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇരു രാജ്യങ്ങളും ചേർന്ന് 170-ലധികം ധാരണാപത്രങ്ങളാണ് ഒപ്പുവെച്ചത്. ഇവ $13 ബില്യൺ വരുന്ന പദ്ധതികളാണ്. സ്റ്റീൽ, ഓട്ടോമോട്ടീവ്, പുനരുപയോഗിക്കാവുന്ന ഊർജം, സെമി കണ്ടക്ടറുകൾ, എയറോസ്പേസ് എന്നിവയിൽ സംയുക്ത നിക്ഷേപം നടത്തും. ഇന്ത്യയുടെ സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതാണ് ഈ സഹകരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിപ്പോൺ സ്റ്റീൽ ഗുജറാത്തിൽ $15 ബില്യൺ നിക്ഷേപം നടത്തുന്നു. ആന്ധ്രയിൽ $56 മില്യൺ സംയുക്ത സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കും. ഗുജറാത്തിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കാനായി സുസ്കി മോട്ടോഴ്സ് $350 മില്യൺ പദ്ധതി പ്രഖ്യാപിച്ചു. ടൊയോട്ടോ കിർലോസ്കർ കർണാടകയിൽ $33 മില്യൺ വിപുലമായ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇങ്ങനെ നിരവധി സഹകരണ പദ്ധതികൾ ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജപ്പാൻ സന്ദർശനത്തിന് ശേഷം മോദി ചൈനയെ സന്ദർശിക്കും. 7 വർഷങ്ങൾക്ക് ശേഷം ചൈന സന്ദർശിക്കാനൊരുങ്ങുകയാണ് മോദി. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിലാണ് പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനം. സന്ദർശന വേളയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ചൈനയിലെത്തുന്നത്. ദ്വിദിന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ 20-ലധികം ലോക നേതാക്കൾ പങ്കെടുക്കും. കഴിഞ്ഞ വർഷം കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലാണ് ചൈനീസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും അവസാനമായി ഒന്നിച്ചെത്തിയത്. ഉഭയകക്ഷി ബന്ധം വളർത്തുന്നതിന് നിർണായകമായിരിക്കും ഉച്ചകോടിക്കിടയിലുള്ള ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച എന്നാണ് വിലയിരുത്തൽ. സെപ്റ്റംബർ 1 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദി ചർച്ച നടത്തും. US-ന്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. US-ന്റെ തീരുവ ഏൽപ്പിക്കുന്ന ആഘാതത്തിൽ നിന്ന് പുറത്തുവരാൻ ഈ രാജ്യങ്ങളുമായുള്ള സഹകരണം ഇന്ത്യയെ സഹായിക്കുമെന്നാണ് കരുതുന്നത്.